പത്തനംതിട്ടയിൽ 13-കാരിയെ സഹപാഠികൾ പീഡിപ്പിച്ചെന്ന കേസിൽ വഴിത്തിരിവ്. ലൈംഗിക അതിക്രമത്തിന് പെൺകുട്ടി ഇരയായിട്ടില്ലെന്ന് വൈദ്യപരിശോധനയിൽ തെളിഞ്ഞു. സഹപാഠികൾ പീഡിപ്പിച്ചിട്ടില്ലെന്ന് പെൺകുട്ടി മൊഴിമാറ്റി. പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പെൺകുട്ടി പറയുന്നതായിട്ടാണ് പോലീസ് വിശദീകരിക്കുന്നത്. ശശിനാരായണൻ നമുക്കൊപ്പം ഉണ്ട്. ശശിനാരായണൻ, ഈ കേസിൽ വലിയ ട്വിസ്റ്റാണല്ലോ സംഭവിക്കുന്നത്. ഇന്നലെ ഈ വാർത്ത വന്നപ്പോൾ തന്നെ ഇതിൽ അവിശ്വസനീയമായ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്താണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച് പോലീസിന്റെ വിശദാംശങ്ങൾ? സജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഈ വാർത്ത പുറത്തു വന്ന സമയത്ത് വലിയ ഞെട്ടലോട് കൂടിയാണ് കേട്ടത്. പക്ഷേ ആ കേസിൽ വലിയ വഴിത്തിരിവുണ്ടായിരിക്കുന്നു. പെൺകുട്ടി ഈ പീഡന കേസിൽ നിന്നും മൊഴി മാറ്റിയിരിക്കുന്നു. തന്നെ പീഡിപ്പിച്ചിട്ടില്ല എന്നൊരു മൊഴി പോലീസ് നൽകിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വൈദ്യപരിശോധന നടത്തി. വൈദ്യപരിശോധനയിലും കുട്ടി പീഡനത്തിന് ഇരയായോ എന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ അറസ്റ്റിലായ 6 പേരെ പോലീസ് ചോദ്യം ചെയ്തതിനു ശേഷം വിട്ടയക്കുകയും ചെയ്തു. എന്തായാലും എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടി ഇങ്ങനെ മൊഴി മാറ്റി പറഞ്ഞത് എന്നുള്ള കാര്യം പോലീസ് ഇപ്പോൾ അന്വേഷിക്കുകയാണ്. ആ കാര്യം അത്തരത്തിൽ ആരെങ്കിലും പ്രേരണയുണ്ടോ, ഇനി നേരത്തെ ഈ പെൺകുട്ടി ഏതെങ്കിലും തരത്തിൽ പീഡനത്തിന് ഇരയായിട്ടുണ്ടോ എന്നുള്ള വസ്തുതകൾ കൂടി ഈ പോലീസ് അന്വേഷിക്കുകയാണ്. അതായത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പെൺകുട്ടി പറയുന്നു. ഇതിൽ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ള കാര്യമാണ് പ്രധാനമായും പോലീസ് പരിശോധിക്കുന്നത്. സമഗ്രമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. എസ്പിയുടെ നേതൃത്വത്തിലാണ് ഇന്നലെ അന്വേഷണം ആരംഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ 2 എഫ്ഐആർ ഇടുകയും ചെയ്തു. ആ തരത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് പെൺകുട്ടി ഇപ്പോൾ മൊഴി മാറ്റി പറഞ്ഞിട്ടുള്ളത്. അതോ ഇനി നേരത്തെ ഈ പെൺകുട്ടി ഏതെങ്കിലും തരത്തിൽ പീഡനത്തിന് ഇരയായിട്ടുണ്ടോ, ഒപ്പം മയക്കുമരുന്ന് വല്ലതും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. വലിയ വിവാദമായ അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇന്നലെ വന്നിരുന്നത്. അത് മൊഴി മാറ്റിയിരിക്കുന്നു. എന്തായാലും ആ കേസിൽ ഒരു വഴിത്തിരിവ് എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ പീഡനം നടന്നിട്ടില്ല എന്നുള്ള മൊഴി പെൺകുട്ടി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. വൈദ്യപരിശോധനയിലും പെൺകുട്ടി പീഡനത്തിന് ഇരയായിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. യെസ്, അതാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്.